നമ്മളിപ്പോൾ ഉള്ളത് ലാ കൊറൂണ എന്ന് പറയുന്ന സ്പെയിനിലെ ഒരു പോർട്ടിലാണുള്ളത്. ഇവിടെയുള്ള ചില വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ കാണാനായിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം കാഴ്ചകൾ കാണിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിന് എനിക്ക് ഉറപ്പില്ല. എന്നിരുന്നാലും പരമാവധി കാഴ്ചകൾ, പ്രധാനപ്പെട്ട കാഴ്ചകൾ കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ റോഡ് കിടക്കാനായിട്ട് നിൽക്കുകയാണ്. കാണാൻ വളരെ മനോഹരമായിട്ടുള്ള റോഡ്, വളരെ മനോഹരമായിട്ട് ഇവിടെ പണിത് വെച്ചിട്ടുണ്ട്. എന്താ പറയുക, മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണാം. ഒരുപാട് സഞ്ചാരികൾ വന്നിട്ടുണ്ട്. ഇതിനകത്തുള്ള കാഴ്ചകളൊക്കെ. നമ്മളിപ്പോൾ ഉള്ളത് സ്പെയിനിലെ ലാ കൊറൂണ എന്ന് പറഞ്ഞൊരു പോർട്ടിലാണ്. ഇതാണ് നമ്മൾ വന്ന കപ്പൽ, ക്വീൻ വിക്ടോറിയ. നമ്മൾ ഇവിടെ സ്പെയിനിൻ്റെ തന്നെ അധീനതയിലുള്ള ചെറിയ കുറച്ച് ഐലൻഡുകൾ കണ്ടിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇത് സ്പെയിനിൻ്റെ മെയിൻ ലാൻഡാണ്. ഇത് ഇവിടുത്തെ ഒരു കാർഗോ പോർട്ടാണ്. ക്രൂസ് ടെർമിനലിൽ കുറച്ച് അപ്പുറത്താണ്. അവിടെ വേറെ ഷിപ്പ് ഉള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം രാവിലെ 8:30 ആയിട്ടുണ്ട്. നല്ല ഇരുട്ടാണ്. കാരണം ഇവിടുത്തെ എന്താ പറയുക, തണുപ്പുകാലം തുടങ്ങിയതുകൊണ്ട് ഇവിടെ ഇപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും. നമ്മളിന്ന് ഇവിടുത്തെ ഒരു സൈറ്റ് സീയിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ചെറിയ രീതിയിലുള്ള സൈറ്റ് സീയിങ്, 2 മണിക്കൂറിൻ്റെ ചെറിയ ടൂറാണ് ചെയ്യാൻ പോകുന്നത്. നല്ല ഇരുട്ടാണ്. എത്രത്തോളം കാഴ്ചകൾ കാണിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല, പക്ഷേ നമുക്ക് ശ്രമിക്കാം. ഇതാണ് നമ്മൾ വന്ന കപ്പൽ, ക്വീൻ വിക്ടോറിയ. ഇത് കപ്പൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് നമ്മളുള്ള വലിയ കുട്ടികളിൽ കെട്ടിയിട്ടിരിക്കുന്നു. കയറ് വലിച്ച് കെട്ടിയിട്ടുണ്ട്. അതാണ് നമ്മുടെ നഗരത്തിൻ്റെ ഏകദേശം ഒരു ചെറിയ കാഴ്ച. ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൂസ് ടെർമിനലും അതേപോലെ തന്നെ ഒരു കാർഗോ പോർട്ടുമാണ്. അതേപോലെ ഇവിടുന്ന് ഒരുപാട് ഫെറി സർവീസുകൾ സ്പെയിനിൻ്റെ അധീനത്തിലുള്ള പല ഐലൻഡുകളിലേക്കും അതേപോലെ തന്നെ യൂറോപ്പിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലേക്കും ധാരാളം ഫെറി സർവീസുകൾ നടത്തുന്നുണ്ട്. ഇതാണ് നമുക്ക് പോകാനുള്ള ബസ്. ഇതിലൊരു വണ്ടിയാണ് നമുക്ക് പോകാനുള്ളത്. ഇവിടുത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ട്. രാത്രി മൊത്തം മഴയായിരുന്നു. ഇപ്പം മിക്കവാറും നല്ല രീതിക്കുള്ളൊരു മഴ പെയ്യാൻ സാധ്യതയുണ്ട്. കാരണം നല്ല രീതിക്ക് കാറിനൊക്കെ മൂടി കിടക്കുകയാണ്. രാത്രി മുഴുവൻ ഇവിടെ മഴയായിരുന്നെന്നാണ് അറിഞ്ഞത്. പിന്നെ തണുപ്പ് ഉണ്ട്, അത്യാവശ്യം തണുപ്പുണ്ട്. എനിക്ക് തോന്നുന്നൊരു 16-17 ഡിഗ്രി ആയിരിക്കും ഇപ്പോഴത്തെ ടെമ്പറേച്ചർ. ചെറിയ കാറ്റൊക്കെ ഉണ്ട്. ചിലപ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ കുറച്ച് കുറഞ്ഞേക്കും. എന്നാലും ജാക്കറ്റ് ഇല്ലാതെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പോർട്ടിൻ്റെ കാഴ്ചകളാണ്. നമ്മുടെ പോർട്ടാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ഒരു എന്താ പറയുക, ഇവിടുത്തെ ഒരു പൊതുഗതാഗത, അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട് വണ്ടിയാണ്. നമ്മുടെ നാട്ടിലേക്കുള്ളത് തന്നെയല്ല, പക്ഷേ ഇതൊരു വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ടതാണ്. 2 വണ്ടി കൂട്ടിച്ചേർത്തത്. നമുക്ക് പോകാനുള്ള വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് സ്കാനിയ കമ്പനിയുടെ ബസ്സാണ്. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെയുള്ള സ്കാനിയ എന്ന് പറയുന്ന കമ്പനിയുടെ ബസ്സാണത്. ഇതാണ് വണ്ടിയുടെ പുറകിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. ഇത് വണ്ടിയുടെ പേരാണ്, ട്രാൻസ്പോർട്ട് കമ്പനിയുടെ പേര്. ഇത് സ്പെയിനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ വണ്ടിയിൽ സ്പാനിഷിലാണ് എഴുതിയിരിക്കുന്നത്. ഇത് മറ്റൊരു വണ്ടിയാണ്, വോൾവോയുടെ വണ്ടിയാണ്. നമ്മുടെ നാട്ടിൽ ഉള്ള വോൾവോ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ബോഡി ബിൽഡിങ് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് ഈ സ്കാനിയയുടെ തന്നെ മറ്റൊരു വണ്ടിയാണ്, വേറൊരു ബോഡി വന്നിരിക്കുന്നത്. അപ്പുറത്ത് കിടക്കുന്നത് വോൾവോയുടെ വണ്ടിയാണ്. നമ്മുടെ നാട്ടിലുള്ള പോലത്തെ തന്നെയുള്ള ഏകദേശം നമ്മുടെ നാട്ടിലെ പോലത്തെ തന്നെ ഒരു എല്ലാ ഒരു മോഡലാണ്. That's the name of this city, and you discover why in front of you, where you can have nice views over these typical glass-fronted galleries or glass window galleries. That's why it's so well known as the Glass City, because all the seafront in Coruña is decorated with these typical glass-fronted galleries. You can see now on your left, and now in front of us in a few seconds on your right. Okay. It has the largest sea promenade, Coruña. The largest sea promenade. So there you can see your cruiser again on your right, behind the fish market. And well, more glass-fronted balconies you see on your left, and getting closer to the town center of Coruña. There you can see written on the right the name of this Puerto de A Coruña. A Coruña is in Galician language. Here we speak Spanish, and in India we're in the same kingdom, and we have a lot of similar features. Very close, very similar language, because both of them come from Latin. Have a look at these beautiful gardens and the floral calendar on your right now. Today, 2019, 19th October. It's first gardens built in Coruña. In the past, you know, this road didn't exist. Red and yellow
and the last one the European flag. So notice that from now on, as you will see on your right, and there's the Colonias Bay. Have a look in front of you, don't miss these views. The largest sea promenade, mostly covered by these glass-fronted balconies, as you can see in front of us, and with different decorations, as you can see in the different facades. Most of them built with a local stone, with granite stone. And have a look on your left. Look at these beautiful galleries. This one decorated with these pink lights and different ceramics in some of them. This is the other peninsula on the other side, as Coruña is placed in a sort of peninsula, and it's so well known as the Artavian Gulf, because it's composed by different bays. The Gulf, not only Coruña Bay, but there are 3 more bays in front of the city of Coruña, composing, which are part of this Artavian Gulf, Golfo Ártabro, and you can see part of them in front of us on your left. Has a different decoration on the bays relating to the history of the city, of course. And if you look at the balustrade, the balcony on your right, looking at the sea, it's from time to time it changes the shape and size, and just trying to imitate the sea waves on your right. So there are 3 different roads, and there's the bike path and passenger, another one for pedestrians, and this one where we're driving along now, it was used not a long time away. So now you know it's a shame we won't have octopus for the appetizer. Takes a long time to boil it. But that's for you to come back. Now you have another reason and to admire the sea promenade. There you can see some little islands down there, and the other bays on the other side of Coruña's estuary. Very high hills of Peter, but all along the sea promenade there you can see nice white sandy beaches like the Azor or Cani on your right in front of you. And we're going to see some of the 6 interactive museums that Coruña has. And the first one, interactive museum dedicated to the humankind, is the one that we're going to see in a few seconds on our left. There you can see the main facade of this human being museum, or mankind museum. We have this special climate, and you know, one of the famous trees nowadays in Galicia, which became the symbol of our region, is a camellia tree. And we'll see some camellias in St. Peter, on top of St. Peter's Hill in the gardens. And the camellia is, very special here, very beloved, because, the camellia comes from Asia, from China, Japan. That's the native country. But here the camellia has flowered for 6 months, which is rather unusual in the rest of nice place where to rest forever. Well, talking about witches and bruxas, as we say in Galician language, the statue dedicated to the main founder of the city, Hercules Angerion. The Hercules Tower is just placed in a Celtic sculpture garden, and you will see a lot of Celtic sculptures related to our Celtic tradition, because we are included in the 7 Celtic nations, thicker and shorter, and it was rebuilt, and they placed a mirror on top of the tower. So we're just gonna do a short stop here, and let's synchronize our times. Now it's 9:30. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് സിറ്റിയുടെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇത് ഏകദേശം ഈ റോഡ് എന്ന് പറയുന്നത് ഏകദേശം സമുദ്രത്തെ ചുറ്റി ഒരു 12 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഒരു റോഡാണിത്.
ഇവിടെയുള്ള പ്രധാനപ്പെട്ട ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടുത്തെ ഒരു വാക്ക് വേ, അതേപോലെ തന്നെ ബൈക്ക് സൈക്കിളുകൾക്കൊക്കെ പോകാനുള്ള റോഡ്, അതേപോലെ തന്നെ അപ്പുറത്ത് ട്രാഫിക്കുള്ള റോഡാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന ഇവിടെ ഈ സിറ്റിയിൽ തന്നെയുള്ളൊരു പ്രധാന ഒരു മോണുമെൻറ്റിൻ്റെ മുമ്പിലാണ് എത്തിയിരിക്കുന്നത്. മോണുമെൻ്റ് ഇപ്പോൾ കാണിക്കാം. ഇതാണ് ഏകദേശം നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇതാണ് ആ മരത്തിൻ്റെ പുറകിൽ കാണുന്ന ആ ഒരു ടവറാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. ഇതാണ് നമ്മൾ വന്ന വണ്ടി. ഇപ്പം ശനിയാഴ്ച ദിവസം രാവിലെയാണ്, അധികം ആളുകളൊന്നും ആയിട്ടില്ല. ഓക്കെ, ആ സ്ഥലം കാണിച്ചു തരാം. ഇപ്പോഴും നേരം ശരിയായിട്ട് വെളുത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് കാഴ്ചകളൊക്കെ അത്ര വ്യക്തമല്ലെന്ന് എനിക്കറിയാം. ഓക്കെ, ഇതാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. ഇതൊരു ഈ സിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു മോണുമെൻ്റ് തന്നെയാണ്. ഓക്കെ, ഇതാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇത് ഈ സ്ഥലത്തിൻ്റെ പേര് ഹെർക്കുലീസ് ടവർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് യഥാർത്ഥത്തിലൊരു ലൈറ്റ് ഹൗസാണ്. ഏകദേശം 2000 വർഷത്തോളം പഴക്കമുള്ള ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലൈറ്റ് ഹൗസാണിത്. ഇത് റോമൻ ഭരണകാലത്താണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇതിപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അതിന് മുകളിൽ ലൈറ്റ് നമുക്ക് കാണാം. വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഏകദേശം എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ നിന്നുള്ള സിറ്റിയുടെ വ്യൂ ഇങ്ങനെയാണ്. ഇത് നമ്മുടെ ലൈറ്റ് ഹൗസിലേക്കുള്ള വഴിയിൽ നിന്ന് ലഭിക്കുന്ന നഗരത്തിൻ്റെ ഒരു ചെറിയ കാഴ്ചയാണ്. ഇത് ഒരു കുന്നിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കടലിൽ നിന്ന് തിരയടിച്ച് ആ പാറയിലേക്ക് കയറുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്കിവിടെ കാണാം. കടലിനക്കരെയുള്ള ചെറിയ ദ്വീപുകൾ, അതേപോലെ തന്നെ കടലിൻ്റെ മനോഹരമായ ഒരു ദൃശ്യം. ഇവിടെ ചെറിയൊരു പൂന്തോട്ടം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. ഇതാണ് അങ്ങോട്ടുള്ള വഴി. നമ്മൾ ഏകദേശം ടവറിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്, പകുതി ഭാഗത്തെത്തിയിട്ടുണ്ട്. വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. നമ്മളിപ്പോൾ ലൈറ്റ് ഹൗസിനെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ലൈറ്റ് ഹൗസിൻ്റെ ഏകദേശം മുകളിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. അപ്പം ലൈറ്റ് ഹൗസിന് മുകളിൽ ലൈറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ലൈറ്റ് തെളിഞ്ഞ് നിൽക്കുന്നത് ഇവിടുന്ന് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. പിന്നെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇത്ര വ്യക്തതയോടെയുള്ള ഒരു പൂർണ്ണമായിട്ട് ഇത് ക്യാമറയിൽ കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ നഗരത്തിൻ്റെ ദൃശ്യം എന്ന് പറയുന്നത്. വളരെ അത്യാവശ്യം വളരെ നല്ല വലിയൊരു നഗരമാണെങ്കിൽ പോലും വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ഇത് സംവിധാനം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ഇതിൽ കെട്ടിടങ്ങളുടെ ഒരു അതിപ്രസരമൊന്നും കാണാനില്ല. അത് കോൺക്രീറ്റ് ഗാർഡെന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ഫീലൊന്നും നമുക്ക് തോന്നത്തില്ല. ഇതിൽ ധാരാളം പച്ചപ്പും അതേപോലെ മരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും പാർക്കുകളൊക്കെ ധാരാളം ഈ നഗരത്തിലുണ്ട്. അതേപോലെ ട്രാഫിക് വളരെ കുറവാണ്. ഇപ്പം ജനസംഖ്യ ഈ നഗരത്തിൽ കുറച്ച് കുറവാണെന്നുള്ളതാണ് സത്യം. എന്നാൽ പോലും ട്രാഫിക് വളരെ സ്മൂത്താണ്. ഇവിടെ വണ്ടി ഓടിക്കാനൊക്കെ ആയിട്ട് വളരെ സുഖമാണ്. ഒരു സ്ഥലത്ത് പോലും ട്രാഫിക് ബ്ലോക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടില്ല എന്നുള്ളത് എടുത്തു പറയുക തന്നെ വേണം. ഇതാണ് ഹെർക്കുലീസ് ടവർ. കരമുകളിൽ ലൈറ്റ് തെളിയുന്നത് വ്യക്തമായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇത് കടലാണ്. ഇതിൻ്റെ രണ്ട് വശത്തും കടലാണ്. അപ്പോൾ കടലിലൂടെ വരുന്ന കപ്പലുകൾക്കുള്ളൊരു വഴികാട്ടി എന്നുള്ള നിലയ്ക്കാണ് ഈ ലൈറ്റ് ഹൗസ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 2000 വർഷമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഈ സിറ്റിയിലുള്ളൊരു പ്രധാനപ്പെട്ട കാഴ്ച തന്നെയാണ്. ഇവിടുത്തെ സഞ്ചാരികൾ മിക്കവാറും ഒക്കെ സന്ദർശിച്ചിട്ട് പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ചയാണ്. കടലിൽ നിന്ന് തിര കയറി വരുന്ന മനോഹരമായ കാഴ്ച വളരെ മനോഹരമായിട്ടുണ്ട് കാണാനായിട്ട്. ഇപ്പോഴും നേരം വെളുക്കുന്നതേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒരു പരിസര പ്രദേശങ്ങളെന്ന് പറയുന്നത്. ഇതാണ് ലൈറ്റ് ഹൗസ്. അതിൻ്റെ മുകളിൽ ലൈറ്റ് തെളിയുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാൻ പറ്റും. പക്ഷേ ഇവിടെ കുറച്ച് മൂടിക്കെട്ടി കിടക്കുകയാണ്. ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അതിൻ്റേതായ ഒരു എന്താ പറയുക, ക്ലാരിറ്റി കുറവ് നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. വരുന്നത് കടലാണ്. അപ്പോൾ കടലിലൂടെ വരുന്ന കപ്പലുകൾക്കുള്ള വഴികാട്ടാനായിട്ടുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ ലൈറ്റ് ഹൗസ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഏകദേശം 2000 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ കുറച്ചു കാലം മുമ്പ് ഇത് ഒന്ന് പുതുക്കി പണിതിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ രൂപവും കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെയാണ് നിലനിർത്തിക്കൊണ്ടാണ് ഇത് പണിതിരിക്കുന്നത്. നോക്കുകയാണ് അതിൻ്റെ മുകളിൽ ലൈറ്റ് ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതായത് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഒരു ലൈറ്റ് ഹൗസിൽ ഒരെണ്ണമായിട്ടാണ് ഇതിന് കണക്കാക്കുന്നത്. ഇപ്പോൾ നമ്മൾ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്നുള്ള പട്ടികയിൽ പെടുത്തിയിട്ടുണ്ട്. ആണ് ലൈറ്റ് ഹൗസിന് തൊട്ടടുത്ത് നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത്. ഇതാണ് ഇതിന് കയറാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ്. ഇതാണ് ഇത് ഒരു കുന്നിൻ്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള നഗരത്തിൻ്റെ കാഴ്ചകൾ ഇങ്ങനെയാണ്. വളരെ വൃത്തിയോടെ
നമ്മളിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നതാണ്. ഇപ്പോൾ ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇത് നഗരത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ സെൻറ്റ് പീറ്റേഴ്സ് ഹിൽ എന്ന് പറയുന്ന ഒരു കുന്നിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നുള്ള വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം. ഇത് നമ്മൾ കണ്ട ഹെർക്കുലീസ് ടവറാണ്, നമ്മൾ കണ്ട ലൈറ്റ് ഹൗസ്. കടലിൻ്റെ മനോഹരമായൊരു വ്യൂ. നമ്മുടെ റെസ്റ്റോറൻറ്റിന് പുറത്തുനിന്നുള്ളൊരു വ്യൂ ആണ് കാണുന്നത്. ശക്തമായിട്ടുള്ള അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് കടലിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് കിട്ടുന്നില്ല. താഴെ കുറേ താഴ്ഭാഗത്തായിട്ട് നമ്മൾ വന്ന റോഡും അതേപോലെ തന്നെ നമ്മൾ മുമ്പേ കണ്ട കടലിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം. അത് അത്യാവശ്യം നല്ല ശക്തിയായിട്ട് തന്നെ തിരിയടിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഈ നഗരത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു ഭാഗമാണ്. സെൻറ്റ് പീറ്റേഴ്സ് ഹിൽസ് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് തന്നെ. ഈ കാണുന്നത് നമ്മുടെ റെസ്റ്റോറൻറ്റിന് പുറത്തുനിന്നുള്ള കടലിൻ്റെയും പരിസര പ്രദേശങ്ങൾ, അതേപോലെ നഗരത്തിൻ്റെ മറ്റൊരു വശത്തേക്കുള്ള വ്യൂ ആണ് കാണുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്. ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റ്, ഇപ്പോൾ കയറിയ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തുനിന്നുള്ള ഒരു വ്യൂ ആണ്. ഫ്രണ്ടിൽ നിന്നുള്ള ഒരു കടലിൻ്റെ വ്യൂ ആണ് കാണുന്നത്. ഇതൊരു ഫിഷിംഗ് ബോട്ടൊക്കെ കിടപ്പുണ്ട്. ഇപ്പോൾ ആ കാണുന്നത് ലൈറ്റ് ഹൗസാണ്, ഹെർക്കുലീസ് ടവർ എന്ന് പറയുന്ന മുമ്പ് കുറച്ച് മുമ്പ് പോയ ലൈറ്റ് ഹൗസാണ് കാണുന്നത്. ഈ കാണുന്ന നഗരത്തിൻ്റെ ഒരു ചെറിയ ഭാഗത്തിൻ്റെ ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ആ കാണുന്ന ബീച്ചിലൂടെ അതേപോലെ തന്നെ ആ വഴികളിലൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ച് ഈ റെസ്റ്റോറൻറ്റിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ നഗരത്തിലെ ഏറ്റവും ഉയർന്ന ഒരു കുന്നും അതേപോലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വ്യൂ കിട്ടുന്ന ഒരു ഭാഗമാണ്. താഴെ കടൽ കാണാൻ മനോഹരമായിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കടലിൻ്റെ ദൃശ്യങ്ങൾ കാണാം. ഇതാണ് നമ്മൾ വന്ന റോഡ്. And sometimes in the children playgrounds, they have sometimes problems with the snacks, and sometimes the seagulls scratch their hands, really dangerous. Have a look on your left. You see these two ladies in this roundabout looking at the sea. These two ladies are so well known as the Catalinas, working at present time, almost 2,000 years old. It was restored throughout the centuries, mainly in the 17th century, but it was built by a Roman architect and restored by a very famous local architect. There you can see better. This is one of the things. Everything here is made of granite. Even the women will be very strong, very, very strong. You have to. Then you can see, now they're very empty, these rocks. But if you ever come back to Coruña and you decide to wake up very early, a lot of fishermen usually come very early to these rocks to get the best fish. And close to the rocks, you can get also some mussels. Galicia. Andreas Baixas is that it means lower estuaries, because the Galician Galician coastline is divided into two: the lower or southern bays and higher or northern bays, where we live, where Coruña is placed. From the camellia, something that you usually have, the tea. The tea comes from the Camellia sinensis. And we see some camellias on the way to St. Peter's Hill as well. There you can see some fishermen on your right, just trying to get some fish from Orthan Beach. And these beaches, they have the blue flag. The blue flag is a European quality distinctive given this, and we have the best diet in Spain. Did you know so? It's not a Mediterranean diet who's gonna keep you rejuvenate and healthy. It is the Atlantic diet, according to professionals. It's not because I'm Galician, but the professionals say that the Atlantic diet is the perfect diet you can have, because you have a great variety of seafood and fish. We eat a lot of vegetables, also meat, and all of them very good quality products. Especially this. ഇത് നമ്മളിപ്പോൾ വന്ന കുന്നിൻ്റെ മുകളിൽ നിന്ന് ഉള്ള മറ്റൊരു ദൃശ്യമാണ്, നഗരത്തിൻ്റെ ദൃശ്യം. മനോഹരമായ ദൃശ്യം നമുക്ക് കാണാം. എന്താ പറയുക, വളരെ മനോഹരമായ കെട്ടിടങ്ങളും മറ്റും നിറഞ്ഞു നിൽക്കുന്ന നഗരം കാണാം. എന്നാൽ പോലും ഒരു കെട്ടിടങ്ങൾ അതിപ്രസരമൊന്നുമില്ല, വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇത് നമ്മൾ വന്ന കുന്നിൻ്റെ മുകൾ ഭാഗമാണ്. ഇത് നമ്മൾ മുമ്പേ കണ്ട നഗരത്തിൻ്റെ ഭാഗങ്ങൾ തന്നെ. ആ കാണുന്നതാണ് ഹെർക്കുലീസ് ടവർ. ഈ കാണുന്നത് ബീച്ചുകളും അതേപോലെ തന്നെ എന്താ പറയുക, നമ്മൾ വന്ന വഴികളൊക്കെ തന്നെയാണ്. വളരെ മനോഹരമായിട്ടുണ്ട്.
ഇതാണ് നമ്മൾ നിൽക്കുന്ന കുന്നിൻ്റെ ഏറ്റവും മുകൾ ഭാഗം എന്ന് പറയുന്നത്. നമ്മൾ വന്ന വണ്ടി ഇവിടുത്തെ ഒരു മാർക്കറ്റ് കാണുക. നമ്മുടെ നാട്ടിലെ മാർക്കറ്റുമായിട്ട് നമ്മുടെ നാട്ടിൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രമായിട്ട് യാതൊരുവിധ സാമ്യമില്ലാത്ത ഒരു മാർക്കറ്റ്. വളരെ മനോഹരമായിട്ട് റോഡും അതേപോലെ തന്നെ പരിസരങ്ങളും വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്. വലിയ ജനത്തിരക്കോ ഒന്നുമില്ല. അതേപോലെ തന്നെ വാഹനങ്ങളൊട്ടുമില്ല. വാഹനങ്ങളിലൂടെ കയറുന്നത് നിരോധിച്ചിട്ടുണ്ട് മാർക്കറ്റിൻ്റെ സമയത്ത്. 11 മണിക്ക് ശേഷം, രാത്രി 11 മണിക്ക് ശേഷം മാത്രമേ ഈ സ്ട്രീറ്റിലേക്ക് വാഹനങ്ങൾ, അതായത് ഈ കടകളിലേക്കുള്ള സാധനങ്ങൾ മാത്രം കൊണ്ടുവരാനായിട്ട് മാത്രമേ വാഹനങ്ങൾ പ്രവേശിപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് ഇവിടുത്തെ നിയമം. നമ്മുടെ ക്രൂസ് ടെർമിനലിൻ്റെ അകത്തെ ചില ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ്. മൊത്തം സിഗരറ്റ്, അതേപോലെ ചെറിയ സ്നാക്സ്, പെർഫ്യൂം, പിന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റ്, അങ്ങനെയുള്ള സുവനീർ പോലുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ കിട്ടും. കുറഞ്ഞിട്ടും വില കുറവാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇവിടെ അങ്ങോട്ട് സെക്യൂരിറ്റി ഏരിയ ആണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ക്യാമറ ഉപയോഗിക്കാൻ അനുവാദമില്ല. അതുകൊണ്ട് വീഡിയോ ഇവിടെ പരിമിതിക്കും. അത് വളരെ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന റോഡുകൾ നോക്കുമ്പോൾ റോഡിൻ്റെ സൈഡിലായിട്ട് ധാരാളം വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ജനസംഖ്യയുള്ളൊരു നഗരമാണെങ്കിൽ പോലും അവിടെ വളരെ കുറച്ച് മാത്രം വാഹനങ്ങൾ, അതായത് ട്രാഫിക് തീരെ ഇല്ല എന്നുള്ളൊരു വലിയ പ്രത്യേകതയാണ്. അതേപോലെ തന്നെ വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ഈ നഗരം കാത്തു സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൽ കൂടെ ഗ്ലാസ് വിൻഡോകളുടെ അല്ലെങ്കിൽ ഗ്ലാസ് ബാൽക്കണികളുടെ ദൃശ്യം കാണാം. എല്ലാ ബിൽഡിങ്ങുകളിലും തന്നെ ഗ്ലാസ് ബാൽക്കണികളാണുള്ളതെന്ന് കാണാം. നമ്മൾ ഏകദേശം മാർക്കറ്റിൻ്റെ അവസാന ഭാഗത്ത് എത്തിക്കഴിഞ്ഞു. ഇവിടുന്ന് മുമ്പോട്ട് പ്രധാന റോഡ് തന്നെയാണ് കാണുന്നത്. ഇവിടെ കൊണ്ട് ഏകദേശം മാർക്കറ്റ് തീരെയാണ്. കടകളൊക്കെ ഏകദേശം തീർന്നു കഴിഞ്ഞു. ഇവിടുന്ന് മുൻപോട്ട് റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ വീണ്ടും മാർക്കറ്റിന് തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം നമുക്ക് കാണാം. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രമായിട്ട് യാതൊരു തരത്തിലും സാമ്യമില്ലാത്ത രീതിയിലുള്ള കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് കാണുക, വളരെ മനോഹരമായ കളിപ്പാട്ടങ്ങൾ വയ്ക്കുന്ന ആൾക്കാരാണ്. कितने में बेच रहे हैं? 10 यूरो। 10 की क्या? 10 यूरो। 10 यूरो का ये दोनों? नहीं, अच्छा, मतलब दोनों 10 यूरो के है। तो ये कैसे चलता है? बैटरी में चलता है क्या? ഇപ്പോൾ നമ്മൾ നടന്നു വന്ന സ്ട്രീറ്റിൻ്റെ തൊട്ട് പുറകിലുള്ള സ്ട്രീറ്റാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റ് ആണ് ഈ കാണുന്നത്. ധാരാളം ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഇവിടെയുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മുമ്പിലായിട്ട് ധാരാളം കസിനോകളുണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഉള്ളൊരു മാർക്കറ്റാണ്. പക്ഷേ വളരെയധികം ഭംഗിയായിട്ട് ഇത് കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അവിടെ കാര്യമായിട്ടുള്ള ചപ്പുചാറുകളോ മറ്റു സംഭവങ്ങളൊന്നും കാണാനില്ല. അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഫുട്പാത്ത്, അതായത് വഴിയോര കച്ചവടക്കാർ ഇവിടെ ധാരാളം ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കൽ കൂടെ മാർക്കറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് മാർക്കറ്റിൽ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇവിടെ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളടക്കമുള്ള ധാരാളം ഷോപ്പുകൾ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് വസ്ത്രങ്ങളുടെ, അതേപോലെ തന്നെ ഭക്ഷണ ചെയിനുകൾ, ഫുഡ് ചെയിനുകളുടെ റെസ്റ്റോറൻറ്റുകളാണ് പ്രധാനമായിട്ട് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ തന്നെ എന്താ പറയുക വഴിയോര കച്ചവടക്കാർ ധാരാളം കാണുന്നുണ്ട്. ഇത് ആഫ്രിക്കയിൽ നിന്നും മറ്റും അനധികൃതമായിട്ട് കുടിയേറിയിട്ടുള്ള ആൾക്കാർ ആണ് ഇങ്ങനെ കച്ചവടം ചെയ്യുന്നതെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഈ കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ ടൗൺ ഹാളാണ്. ഇവിടെ 3 പതാകകൾ വെച്ചിട്ടുള്ള കാണാൻ സാധിക്കും. അതിൽ ആദ്യത്തെ പതാക എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റേറ്റ്, അതായത് ഗലീഷ്യ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ പതാകയാണ്. നടുക്കുള്ളത് ഇവിടുത്തെ സ്പാനിഷ് ദേശീയ പതാകയും ഏറ്റവും വശത്തായിട്ട് കാണുന്നത് യൂറോപ്യൻ യൂണിയൻ്റെ പതാകയുമാണ്. അതിപ്പോൾ മാർക്കറ്റിൻ്റെ മറ്റൊരു വശത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഴയ ബിൽഡിംഗ് ആണ്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്ലാസ് ബാൽക്കണികളാണ്. ഇവിടുത്തെ കടലിൽ നിന്ന് വീശുന്ന ശക്തിയായ തണുത്ത കാറ്റിനെ പ്രതിരോധിക്കാനായിട്ടാണ് ഈ ഗ്ലാസ് ബാൽക്കണികളുള്ളത്. ഇവിടെ നമുക്ക് കാണാം ഒട്ടുമിക്ക ബിൽഡിങ്ങുകളുടെയും
ബാൽക്കണിയിൽ ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വളരെ മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന മാർക്കറ്റ് റോഡുകളും മറ്റും കാണാൻ സാധിക്കുന്നതാണ്. ധാരാളം കടകൾ ഇവിടെയുണ്ട്, അതുപോലെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. ഇവിടെ ഗ്രീൻ ലൈറ്റ് ആയിട്ടുണ്ട്, നമ്മൾ റോഡ് കടക്കുകയാണ്. മനോഹരമായിട്ട് പടർന്നിരിക്കുന്ന റോഡുകൾ കാണാം. റോഡിന് നടുക്ക് മീഡിയനിലെ ചെടികളും മറ്റും വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫുട്പാത്തുകളും മറ്റും വളരെ വൃത്തിയോടെയും ഭംഗിയോടെയുമാണ് കാത്തു സൂക്ഷിച്ചിരിക്കുന്നത്. റോഡിൻ്റെ അരികിലായിട്ട് ധാരാളം വൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ചെറിയൊരു പാർക്കാണ് ശരിക്കും. അതുപോലെ തന്നെ ഇവിടെ ചുറ്റുമുള്ള ബിൽഡിങ്ങുകൾ വളരെ മനോഹരമാണ്. ഇതാണ് ഹോട്ടലിൻ്റെ മുൻവശത്തുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. അർബോറെ ദ വെയ്ര എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ഇവിടെ ചെറിയൊരു പൂളും അതേപോലെ തന്നെ ചെറിയ രീതിക്കുള്ള ഹാങ്ങിങ് ഗാർഡൻ ഒക്കെ ചെയ്തിട്ട് വളരെ മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം കുന്നിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. മുകളിലായിട്ട് മറ്റൊരു ഒബ്സർവേഷൻ ഗാലറി കാണാം. നമുക്ക് തിരിച്ചു പോകാറായിട്ടുണ്ട്. നമുക്ക് പോകാനുള്ള വണ്ടി അതിൽ ഇറങ്ങി വരുന്നുണ്ട്. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ദൃശ്യം എന്ന് പറയുന്നത്. ചുറ്റും ഗ്ലാസ് ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട്. ചുറ്റും ഗാർഡൻ അതേപോലെ തന്നെ ചെറിയ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കല്ലൊക്കെ വെച്ച് വളരെ മനോഹരമായിട്ട് ഇവിടെ എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു. വളരെ വൃത്തിയും വെടുപ്പിലുമാണ് ഇത് കാത്തു സൂക്ഷിച്ചിരിക്കുന്നത് പറയാതെ വയ്യ. അനേകം സഞ്ചാരികൾ വന്നിട്ടും വളരെയധികം വൃത്തിയോടെയും ഭംഗിയോടെയും ഭാഗങ്ങളെല്ലാം കാത്തു സംരക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ നിർവാഹമില്ല. നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് പോകാനുള്ള വണ്ടി ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഈ വണ്ടിയിലാണ് നമ്മൾ ഇത്ര നേരം സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. വണ്ടി ഇവിടെ പാർക്കിംഗ് സ്പേസിലേക്ക്, ഹോട്ടലിൻ്റെ പാർക്കിംഗ് സ്പേസിലേക്ക് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ കൂടെയുള്ള യാത്രക്കാർ ഓരോരുത്തരായിട്ട് 1-2 ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ടാണ് പോകുന്നത്. നഗരത്തിൻ്റെ ഒരു ദൃശ്യങ്ങളിൽ കൂടെ കണ്ടുകൊള്ളുക. വളരെ മനോഹരമായ നഗരം നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. Taken from the rocks where the sea waves break, and that's a very dangerous job. You know, the fishermen barnacles, they have a very risky job, and that's why they're so expensive, but they are delicious. Everything tastes the sea. So that you can see these little islands, everyone with a different name, and we're going to see on the right നമ്മുടെ പോർട്ടിൻ്റെ സൈഡിലുള്ള ലാക്രോണ മറീനയാണ്. ഇത് മറീനയുടെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. പിന്നെ മറ്റൊരു ഭാഗം കുറച്ച് അപ്പുറത്തായിട്ടുണ്ട്. അവിടെ കുറച്ച് ബോട്ടുകൾ മാത്രമേ ഇപ്രാവശ്യം ഉള്ളൂ. സാധാരണ ഇവിടെ നിറച്ച് ബോട്ടുകൾ ഉണ്ടാകാറുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് കുറേയൊക്കെ എടുത്ത ആൾക്കാർ കടലിൽ പോയിട്ടുണ്ടാവും. നമ്മുടെ മറീനയുടെ ദൃശ്യം കാണാം. അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ കിടക്കുന്ന മറ്റൊരു കപ്പലിൻ്റെ ദൃശ്യമാണ്. ഇത് ഐഡ പ്രീമ എന്ന് പറയുന്ന ഒരു വലിയ കപ്പലാണ്. നമ്മുടെ ഷിപ്പിനേക്കാളും വലിയൊരു ഷിപ്പാണിത്. ഒരു ജർമ്മൻ കമ്പനിയാണ് ഐഡയുടെ കീഴിലുള്ള ഐഡ പ്രീമ എന്ന് പറയുന്ന കപ്പലാണ്. ഇതാണ് ലാക്രൂണ ക്രൂസ് ടെർമിനൽ. നമ്മുടെ ഷിപ്പ് ഇതിൻ്റെ അപ്പുറത്താണ് കിടക്കുന്നത്. കാർഗോ പോർട്ടിലാണ് നമ്മുടെ ഷിപ്പ് കിടക്കുന്നത്. നമ്മുടെ ഷിപ്പിലേക്കുള്ള ബസ്സാണ് അപ്പുറത്തൂടെ പോകുന്നത്. ഐഡ പ്രീമ എന്ന് പറയുന്ന ഷിപ്പിൻ്റെ ഒരു ദൃശ്യം കാണുക. വളരെ വലിയൊരു ഷിപ്പാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3000-ന് മുകളിൽ പാസഞ്ചർക്ക് കയറാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം ഈ ഷിപ്പിൻ്റെ അകത്ത്. ഇതിൻ്റെ ഒരു വലിപ്പം വെച്ച് നോക്കിക്കഴിയുമ്പോൾ കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. എന്നാലും ഏകദേശം ഒരു 3000-ന് പുറത്ത് പാസഞ്ചർ കപ്പാസിറ്റി ഉണ്ടാകണം. ഈ ഒരു ഷിപ്പ് ഇവിടെ ഉള്ളതിൻ്റെ പേരിലാണ് നമ്മുടെ ഷിപ്പ് അപ്പുറത്ത് കാർഗോ പോർട്ടിൽ കൊണ്ട് അടുപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ യാത്രകൾ പൂർത്തിയാക്കിയിട്ട് നമ്മളിപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുറകെ കിടക്കുന്ന കപ്പൽ ഐഡ പ്രീമ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഷിപ്പാണ്. അപ്പോൾ ഇന്നത്തെ യാത്രകൾ മഴയായിരുന്നു. എന്നാലും കൃത്യമായിട്ട് കുറേയൊക്കെ ദൃശ്യങ്ങൾ എടുക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തിരിച്ച് ഷിപ്പിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. ഇത് ഇനി ഇതിനകത്ത് സെക്യൂരിറ്റി ചെക്ക്, അതിനുശേഷം അവിടെയുള്ള ഷട്ടൽ ബസ്സിൽ കയറിയിട്ടാണ് നമ്മൾ ഷിപ്പിലേക്ക് പോകുന്നത്. സെക്യൂരിറ്റി ചെക്ക് നടക്കുന്ന ഭാഗങ്ങളിൽ ക്യാമറ ഉപയോഗിക്കാൻ അനുവാദം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.